ഹായ്, ഏവർക്കും സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നൊരു ടീച്ചിങ് എക്സാമിനെ കുറിച്ചില്ല, അതായത് നമ്മുടെ കേറ്ററ്റ് പരീക്ഷയുടെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അറിയാം, കേറ്ററ്റ് നമ്മൾ സൈലത്തെ സംബന്ധിച്ചാണെങ്കിൽ സൈലത്തിൽ വർഷങ്ങളായിട്ട്, അതായത് 2-3 വർഷങ്ങളായിട്ട് കേറ്ററ്റ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ആ ഒരു എലിജിബിലിറ്റി എക്സാം കടന്നു കിട്ടുന്നത് ശരിക്കും സൈലത്തിലെ പഠനത്തിലൂടെയാണ്. ഇപ്പോൾ കേറ്ററ്റിൽ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് ആവശ്യമായ റിവിഷൻ നൽകാനും ഒക്കെ സൈലത്തിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേറ്ററ്റ് ക്രാക്ക് ചെയ്താലും നമുക്ക് അടുത്ത LP UP പിടിക്കാൻ പറ്റുള്ളൂ. LP UPക്കും അതിഗംഭീരമായ ക്ലാസ് സൈലത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് കേറ്ററ്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. കണ്ടോ, ആദ്യത്തെ ചോദ്യം നമുക്കറിയാലേ, പദ്യഭാഗമോ ഗദ്യഭാഗമോ തന്നിട്ട് അതിൻ്റെ അലങ്കാരവും ധ്വനിയും കണ്ടെത്താൻ പറയും. ധ്വനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആശയം തന്നെയാണ്. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പു ശമിപ്പതുണ്ടോ. ഇത് കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. അശ്ശോ, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നാണ് ഞാൻ മനസ്സിൽ കരുതിയിരുന്നത്. പക്ഷേ അതിനുമുമ്പ് ഞാനങ്ങ് പറഞ്ഞു, എഴുത്തച്ഛൻ്റെ ആണോ കുഞ്ചൻ നമ്പ്യാരുടേതാണോ ചെറുശ്ശേരിയുടെ ആണോ വള്ളത്തോളിൻ്റെ ആണോ. ഇവിടെ ഇപ്പം വരികളിലെ അർത്ഥമല്ല ചോദിച്ചത്, ആരാണ് എഴുതിയതെന്നല്ലേ. യെസ്, അപ്പം കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ തന്നെയാണ്. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പു ശമിപ്പതുണ്ടോ. കാരസ്കരം എന്താണ്? കാഞ്ഞിരം. ഈ കാഞ്ഞിരത്തിൻ്റെ കുരു കുറേ കാലം നമ്മൾ കൊണ്ടുവന്ന് എന്തിലിട്ടാലും പാലിലിട്ട് വെച്ചാലും കാഞ്ഞിരക്കുരുവിൻ്റെ സഹജ സ്വഭാവം കയ്പാണ്. ആ കയ്പ് കുറേ കാലം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് മാറാനൊന്നും പോകുന്നില്ല. അത് തന്നെയാണ് നമ്മളിപ്പം നമ്മൾ ചിലപ്പം വളരെ കഷ്ടപ്പെട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാരുടെ ഒടുക്കത്തെ പുച്ഛവും ചോദ്യവും ഉണ്ട്. നിനക്ക് ജോലി ആയില്ലേ, നിനക്ക് കേറ്ററ്റ് കിട്ടിയില്ലേ, നിനക്ക് LP UP എഴുതാൻ പറ്റില്ല അല്ലേ, നിനക്ക് ഇതുവരെ ജോലി ആയില്ലേ, നിന്റെ കല്യാണം ആയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയണം എന്താണ്, കാരസ്കരത്തിന് ഒരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ട്. നിങ്ങളുടെ സഹജ സ്വഭാവം നിങ്ങൾ കാണിക്കുന്നു അല്ലേ, അത് തന്നെ. അപ്പം ആ അർത്ഥത്തിലൊക്കെ നമുക്കൊന്ന് പറഞ്ഞു നിൽക്കാം. ഇനി നോക്കിയേ, ഈണത്തിൽ വേറിട്ട് നിൽക്കുന്ന വരികൾ അഥവാ ചൊൽവടിവ. പലപ്പോഴും അധ്യാത്മരാമായണം കിളിപ്പാട്ട് ചൊല്ലുന്ന അതേ ഈണത്തിലല്ല നമ്മൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ചൊല്ലുന്നത് അല്ലേ. ആദ്യത്തത് നമുക്കൊന്ന് നോക്കാം. പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തൂകി തുടങ്ങിയതെങ്ങും. അപ്പൊ നമ്മൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വരിയുണ്ട്, ഏതാണത്? പാലാഴി തൂവെള്ളം തൂകുന്ന പോലെ നൽ പ്രാലേയം തൂകി തുടങ്ങിയതെങ്ങും. ഇങ്ങനെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കൃഷ്ണഗാഥ പാടി ശീലിച്ചത് അല്ലേ, ചൊല്ലി ശീലിച്ചത്. പ്രാലേയം എന്ന പദത്തിൻ്റെ അർത്ഥം മഞ്ഞെന്നാണ്. എന്താണ്? മഞ്ഞ്. അപ്പോൾ ദ്വാരക തന്നിൽ നിന്നെത്തിയ രാമനോടേറിയ ദുഃഖം കാദിച്ചു ഗോപർ. പറ്റുന്നുണ്ടല്ലേ? യെസ്, അതായത് ദ്വാരക തന്നിൽ നിന്നെത്തിയ രാമനോട് ഏറിയ ദുഃഖം. ദ്വാരക തന്നിൽ നിന്നെത്തി പറ്റുമോ? അത് നോക്കട്ടെ, ഈണത്തിൽ വേറിട്ട് നിൽക്കുന്നതാണേ. നോക്കട്ടെ. ശാരീക പൈതലേ ചരുശീലെ വരികാരോമലെ. പറ്റുന്നില്ല. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊൽക നീ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. തീക്കും തന്നുള്ളിലെ തോന്നി തുടങ്ങിയതേ തീക്കായ വേണമെനിക്കുമെന്ന്. ദ്വാരക തന്നിൽ നിന്നെത്തിയ രാമോനോടേറിയ ദുഃഖം കാധിച്ചു ഗോപർ. പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഒന്നുകൂടി സി നമ്മൾ എന്ത് ചെയ്യും, പാടി നോക്കും. ശാരീക പൈതലേ ചരുശീലെ വരികാരോമലെ ഗാഥ ശേഷവും. പറ്റത്തില്ല. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. സി. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലെ കഥാശേഷവും ചൊൽക നീ.
അത് അധ്യാത്മരാമായണ കിളിപ്പാട്ട്. അപ്പോൾ ചൊൽവടിവ ചൊല്ലി തന്നെയാകണം. പലപ്പോഴും കൃഷ്ണഗാഥയും അധ്യാത്മരാമായണ കിളിപ്പാട്ടും തന്നെയാണ് ഒരു കമ്പാരിസനായിട്ട് തരുന്നത്. സോ താളെ ഉന്ത് ഈണത്തിൽ നമുക്ക് ബാക്കി 3 ചൊല്ലിയെടുക്കാൻ പറ്റും. പക്ഷേ സി എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ചൊല്ലാനാവില്ല. തണുപ്പില്ല എന്ന പദം പിരിച്ച് സന്ധി നിശ്ചയിച്ചാൽ ഏതാണ് സന്ധി? തണുപ്പ് അധികം ഇല്ല. ഇവിടെ ചേർത്തെഴുതുമ്പോൾ സംവൃതോകാരം, ചന്ദ്രക്കല പോയിട്ട് ഇപ്പയും ഈയും കൂടെ ചേരുമ്പോഴാണ് ഇപ്പി കിട്ടുക. നമ്മൾ സന്ധിയിൽ പഠിച്ചല്ലേ, ക്ലാസ്സിലൊക്കെ സൈലം PSCയുടെ കേറ്ററ്റിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ സന്ധി പഠിച്ചിരുന്നു. ചേർത്തെഴുതുന്ന സമയത്ത് എന്താവും? യെസ്, തണുപ്പില്ല. ഇപ്പയും ഈയും ചേർന്ന് ചന്ദ്രക്കല അങ്ങ് പോയി. സോ ഇവിടെ ലോപസന്ധി. ഏതാണ് സന്ധി വരുന്നത്? ലോപസന്ധി. തെറ്റായി എഴുതിയ പദം കണ്ടെത്തുക. ഭൂവിസ്തൃതി ഇങ്ങനെ തന്നെയാണ്, ഭൗമോപരിതലം ഇങ്ങനെയാണ്, ഭൂസുരനും ഇങ്ങനെയാണ്. ഭൂകാണ്ഡം എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. ഭൂകാണ്ഡം, ഭൂമിയിലേക്ക് വേര് ആഴത്തിൽ ഇറങ്ങിപ്പോയി ഉള്ള സസ്യങ്ങളെയാണ് ഭൂകാണ്ഡ സസ്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഗന്ധർവ സംഗീതം എന്ന പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ ഗന്ധർവനും സംഗീതവും, ഗന്ധർവന്റെ സംഗീതം, ഗന്ധർവനോടുള്ള സംഗീതം, ഗന്ധർവനെ കുറിച്ചുള്ള സംഗീതം, ഗന്ധർവന്റെ സംഗീതം. ഇതാണ് ഗന്ധർവന്റെ സംഗീതം. ശരിയായി രൂപീകരിച്ചിട്ടില്ലാത്ത വാക്യം കണ്ടെത്തുക. അയാൾ സ്വയം മറന്ന് ആത്മവിസ്മൃതിയിലായിരുന്നു. ജനക മഹാരാജാവിൻ്റെ മകളായതിനാൽ സീത ജാനകി എന്ന് വിളിക്കപ്പെട്ടു. നിങ്ങൾക്കെല്ലാം ആഹ്ലാദകരമായ ഭാവി ഉണ്ടാകട്ടെ. പ്രക്ഷുബ്ധമായ കടലിനെ നോക്കി അയാൾ ശാന്തനായിരുന്നു. എല്ലാം ശരിയാണ്. അയാൾ സ്വയം മറന്ന് ആത്മവിസ്മൃതിയിലായിരുന്നു. സ്വയം മറക്കുന്നത് തന്നെയല്ലേ ആത്മവിസ്മൃതി. അപ്പം ഈ സ്വയം മറന്ന് ഈസ് ഈക്വൽ ടു ആത്മവിസ്മൃതി, രണ്ടും കൂടി വേണ്ട. യെസ്, താഴെ പറയുന്നതിൽ കഥകളിയുമായി ബന്ധപ്പെടാത്ത ശൈലി തിരഞ്ഞെടുക്കുക. കേളികൊട്ട്, തിരനോട്ടം, കലാശക്കൊട്ട്, അരങ്ങു തകർക്കുക. അപ്പം ഇവിടെ നമുക്ക് കലാശക്കൊട്ട് പറയാം. കലാശക്കൊട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ചെണ്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ചെണ്ടയിലെ അപ്പം അരങ്ങ് തകർക്കലും തിരനോട്ടവും കേളികൊട്ടും ഒക്കെ കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കലാശക്കൊട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ചെണ്ടമേളത്തിനൊടുവിൽ നടത്തുന്നത് കലാശക്കെട്ട്. ആനച്ചന്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആകെ കൂടിയുള്ള ഭംഗിയാണ്, അല്ലാതെ ആനയുടെ ചന്തം അല്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇനി ആനയുടെ ചന്തമാണോ? ആനയുടെ ചന്തമല്ല, ആനച്ചന്തം. എങ്ങനെയാണ്? അപ്പം ഈ കേളികൊട്ട് എന്ന് പറഞ്ഞാൽ തുടക്കം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതുപോലെ ധനാശി പാടുക എന്ന് പറയുന്നൊരു പദമുണ്ട്. ധനാശി പാടുക അവസാനിക്കുകയാണ്. എന്താണ്? അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥം. തിരനോട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ അവതരണ ഗാനം, അതായത് കഥകളിയിലെ അവതരണ ഗാനത്തിനെയാണ് തിരനോട്ടം എന്ന് പറയുന്നത് അല്ലേ? ആദ്യ ചടങ്ങിനെ പുറപ്പാടെന്നും പറയും. കഥകളിയിലെ മറ്റൊരു ചടങ്ങാണ് എന്ത്? പുറപ്പാട്. പുറപ്പാട് കഥകളിയിലെ തന്നെ മറ്റൊരു പ്രധാന ചടങ്ങാണ് പുറപ്പാട്. ഓക്കെ, ഇനി ആനച്ചന്തം എന്ന പദം എങ്ങാനും പിരിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആന അധികം ചന്തം എന്ന് പിരിക്കാം. ആന ചന്തമാണ് എന്താകുന്നത്? ആനച്ചന്തമാകുന്നത്. അവിടെ ചാ ഇരട്ടിച്ച് ഇച്ചയാണ് ആകുന്നത്. ഓക്കെ, ഇനി വേറിട്ട രൂപം തിരഞ്ഞെടുക്കുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. വേറിട്ട രൂപം തിരഞ്ഞെടുത്ത് എഴുതുക. നമ്മൾ ഇതിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന രൂപം ഏതാണ്? അയ്യമ്പൻ. ശരിക്കും അയ്യമ്പൻ ഇങ്ങനെയല്ല എഴുതുന്നത്. അയ്യമ്പൻ എന്ന് ഇതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്. അയ്യമ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് നമ്മൾ അയ്യമ്പനെ ഒന്ന് വിഗ്രഹിച്ചെഴുതുന്നത്? അയ്യമ്പൻ എന്ന് എങ്ങനെയാണ് വിഗ്രഹിക്കുക? അയ്യമ്പൻ 5 അമ്പുകളുള്ളവൻ. 5 അമ്പുകൾ ആയുധമാക്കിയവൻ. 5 അമ്പുകൾ ആയുധമാക്കിയവനെയാണ് നമ്മൾ എന്തു പറയുന്നത്? അയ്യമ്പൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയ്യമ്പൻ 5 അമ്പുകൾ ആയുധമാക്കിയവൻ. അടുത്ത് നോക്കണേ. അപ്പോൾ ഈ അയ്യമ്പൻ ആരാണെന്നറിയാമോ? മന്മഥൻ. നമുക്ക് ചിലപ്പോൾ സമാന പദത്തിൽ കേട്ടിട്ടില്ല മുമ്പ് കലാധരൻ ചോദിച്ചു, ചന്ദ്രൻ. അപ്പോൾ അതുപോലെ ഒന്ന് ഓർക്കേണ്ടതാണ് മന്മഥൻ. അതുപോലെ കാമദേവന് പറയുന്നതാണ് മന്മഥൻ എന്ന്. അതുപോലെ എന്താണ്? അയ്യമ്പൻ, പഞ്ചബാണൻ, അതുപോലെ മലരമ്പൻ. മന്മഥൻ, പഞ്ചബാണൻ, മലരമ്പൻ,
കന്ദർപ്പൻ എന്നും പറയും. കന്ദർപ്പൻ 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 എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്? കാമദേവനെ ആണ്. അപ്പോൾ ഇതെല്ലാം കാമദേവൻ്റെ പര്യായമാണ്. കാമദേവന് 5 അമ്പുകളാണ് കാമദേവൻ അമ്പാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാണ് കാമദേവൻ്റെ 5 അമ്പുകൾ എന്ന് പറയുന്നത്? ഒന്ന് അരവിന്ദം. എന്താണ്? അരവിന്ദം. രണ്ടാമത്തേത് അശോകം. അരവിന്ദം, അശോകം. നീലോൽപ്പലം. എന്താണ്? നീലോൽപ്പലം. അടുത്തതോ നവമാലിക. നവമാലിക. അതുപോലെ ചൂതം. അരവിന്ദം, അശോകം, നീലോൽപ്പലം, നവമാലിക, ചൂതം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയാണ് 5 അമ്പുകൾ. അരവിന്ദൻ്റെ നമ്മുടെ അയ്യമ്പൻ്റെ 5 അമ്പുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത് നോക്കണേ, അടുത്ത ആരെക്കുറിച്ചാണ് പറയുന്നത്? ഷൺമുഖൻ. ഷൺമുഖൻ ആരാണ്? 6 മുഖമുള്ളവൻ. ആരാണ്? 6 മുഖമുള്ളവൻ. ഇതാ നമുക്കറിയാം, പൂർവോത്തര പദങ്ങളിലൂടെ നമുക്ക്, അതായത് ഇതെല്ലാം സംഖ്യാസൂചകമാണ് അല്ലേ? 5 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടുന്നു പൂർവോത്തര പദങ്ങളിൽ. ഇവിടെ ഒരു പുതിയൊരു വ്യക്തിയിലേക്കോ മറ്റോ അർത്ഥം ചെന്നെത്തുന്ന ബഹുവ്രീഹിയാണ്. സമാസ രീതിയിലല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സംഖ്യാസൂചകമായ പദങ്ങളാണ് ബാക്കിയെല്ലാം. എന്നാൽ ഒരെണ്ണം മാത്രം അങ്ങനെയല്ല. ഉദാഹരണമായി 5 എന്ന് പറയുന്നൊരു സംഖ്യ അയ്യമ്പൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പിന്നെ ഷൺമുഖൻ 6 എന്ന് പറയുന്നൊരു സംഖ്യ അവിടെ വരുന്നുണ്ട്. ത്രിമധുരം എന്ന് പറയുമ്പോൾ എന്താണ്? ത്രിമധുരം, ഇത് ഡി അധികം വിസിബിൾ അല്ല അല്ലേ? അപ്പോൾ ഡി ഞാനിവിടെ ഒന്നുകൂടെ എഴുതുന്നു. നാൽപ്പാമരം. ഇതാണ് നാൽപ്പാമരം. നാൽപ്പാമരം. ഓക്കെ. അപ്പോൾ ത്രിമധുരം എന്ന് പറയുമ്പോൾ അവിടെ 3 എന്ന് പറയുന്ന ഒരു സംഖ്യയും വരുന്നുണ്ട്. പക്ഷെ നാൽപ്പാമരം എന്ന പദത്തിൽ സംഖ്യാസൂചകമല്ല. അത് നാൽപ്പാമരം എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്. നാൽപ്പാമരത്തിൻ്റെ പട്ട വെച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ ഇട്ട് കുടിക്കുമോ, അങ്ങനെ എന്തൊക്കെ ആയുർവേദ ഗുണങ്ങളൊക്കെ ഉള്ളൊരു മരമാണ് നാൽപ്പാമരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പാമരത്തിൽ സംഖ്യയായിട്ട് വരുന്നില്ല. അതേസമയം നാൽക്കാലി, നാൽക്കവല എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ സംഖ്യാസൂചകം വരും. അപ്പോൾ സാധാരണയായിട്ട് സംഖ്യയിലൂടെ പറഞ്ഞു വരുമ്പോൾ ദശാവതാരം, നവഗ്രഹം, സപ്തർഷി, ഷഷ്ടിപൂർത്തി, പിന്നെ മുക്കണ്ണൻ, നാൻമുഖൻ, ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് സംഖ്യാസൂചകമായി വരുന്നുണ്ട്. അപ്പോൾ സംഖ്യ സൂചിപ്പിക്കാത്തത് ഇവിടെ എന്താണ്? നാൽപ്പാമരമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊന്ന് വേറിട്ടതായിട്ട്, അതായത് ഈ തന്നിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു രൂപം കണ്ടെത്താൻ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ കുറച്ച് കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. പിന്നെ വരാൻ ചാൻസുള്ള കുറച്ച് പ്രധാന ശൈലികൾ കൂടി പെട്ടെന്ന് ഒന്ന് പറഞ്ഞു തരാം. ഒന്ന് എന്താണ്, പിന്നെ അതായത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കാനന ചന്ദ്രിക എന്നൊരു ശൈലിയുണ്ട്. കാനന ചന്ദ്രിക എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യം. എന്താണ്? ഉപയോഗശൂന്യം. ഇനി എന്താണ് കൂപമണ്ഡൂകം? കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പൊട്ടക്കിണറ്റിലെ തവള അഥവാ ലോകപരിജ്ഞാനം ഇല്ലാത്തവർ. ലോകപരിജ്ഞാനം ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൂപമണ്ഡൂകം. ഇനി ഘടദീപം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഘടദീപം പുറത്തറിയാത്ത യോഗ്യത. എന്താണ്? പുറത്തറിയാത്ത യോഗ്യത എന്നാണ് അർത്ഥം. പുറത്തറിയാത്ത യോഗ്യത. ഓക്കെ. അപ്പോൾ കാനന ചന്ദ്രിക ഉപയോഗശൂന്യം, അതുപോലെ കൂപമണ്ഡൂകം ലോകപരിജ്ഞാനമില്ലാത്തവർ, ഘടദീപം എന്താണ്? പുറത്തറിയാത്ത യോഗ്യത. ഓക്കെ. ഇനി നോക്കൂ, ഗണപതി കല്യാണം. നടക്കാത്ത കാര്യം. എന്താണ്? നടക്കാത്ത കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗണപതി കല്യാണം. ആലത്തൂർ കാക്ക എന്ന ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആശിച്ച് കാലം കഴിക്കുന്നവർ. എന്താണ്? ആശിച്ച് കാലം കഴിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്. ഇങ്ങനെ നമ്മൾ 5 ശൈലികളാണ് ഇവിടെ നോക്കി വെച്ചത്. അപ്പോൾ ഈ ശൈലികൾ പ്രയോഗങ്ങൾ എപ്പോഴും നമുക്ക് പരീക്ഷയ്ക്കൊരു ചോദ്യമായിട്ട് തന്നെ വരുന്നതാണ്. ശൈലികൾ പ്രയോഗങ്ങൾ ഇന്ന് തന്നെ
SI സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഒരു മെയിൻസ് എക്സാം ഇന്ന് കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് മലയാളത്തിൽ പഴഞ്ചൊല്ലിൽ നിന്നും ചോദിച്ചതാണ് കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുമോ, കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുമോ. പ്രത്യേകിച്ച് ഈ പഴഞ്ചൊല്ല് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഒന്ന് അതിലേക്ക് ഓടിച്ചു നോക്കുമ്പോൾ കൊലയാന എന്ന് പറഞ്ഞാൽ കൊമ്പനാന, മതമിളകി വരുന്ന കൊലയാന, അതുള്ളപ്പോഴാണോ കുഴിയാന കയറി മതിക്കുന്നത്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. വളരെ ശക്തരായിട്ടുള്ള ആൾക്കാരുള്ളപ്പോൾ എന്തിനാണ് ദുർബലരായിട്ടുള്ള ആൾക്കാർ അഹങ്കരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ആ കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മലയാളം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ.